ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി പാർട്ട് 20. അതിൽ 20ാമത്തെ പാർട്ട് വരുമ്പം ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻട്രി സെനാരിയോസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എവിടെയെല്ലാമാണ് നമുക്ക് എൻട്രി ഫോർമേഷൻ വരുന്നത്. ബിക്കോസ് ഈ ഒരു എൻട്രി സെറ്റപ്പിൽ അല്ലെങ്കിൽ മാർക്കറ്റിനെ നമ്മൾ അതിൻ്റെ ഡയറക്ഷണൽ പാത്ത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സെറ്റപ്പ് ഏതാണ് നമ്മുടെ മുന്നിൽ പ്ലേ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുക ഫസ്റ്റ്. അതിനുശേഷമാണ് സ്മോൾ എൻട്രീസിലേക്ക് നമ്മൾ വരുന്നത്. ഓൺ എ മാക്രോ ലെവൽ യു നീഡ് ടു റിഫൈൻ യുവർ തോട്ട് പ്രോസസ് നമ്പർ 1. ദെൻ അതിനുശേഷം നമ്മൾ അവിടെ മൈക്രോ ലെവൽ നമ്മൾക്ക് എവിടെയാണ് എൻട്രി എടുക്കേണ്ടത് എന്നുള്ളത്, അതായത് ഒത്തിരിയധികം എൻട്രികൾ എടുക്കേണ്ട സ്ഥലങ്ങൾ എവിടെയെല്ലാമാണെന്നുള്ളത് നമുക്ക് റിഫൈൻ ചെയ്ത് പിന്നീട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. സോ ബെസ്റ്റ് സെറ്റപ്പിലായിട്ടുള്ള എൻട്രി ലെവൽസിലേക്കുള്ള വഴിയാണ് ആദ്യം കാണിച്ചു തരുന്നത്. അതിനുശേഷമാണ് സ്മോൾ എൻട്രീസ് നമുക്ക് എപ്പോഴെല്ലാം മാർക്കറ്റ് എവിടെയെല്ലാം നമുക്ക് കയറാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നമ്മൾ ഒത്തിരിയധികം എൻട്രീസ് നമുക്ക് ഓൺ എ ഗിവൺ ചാർട്ട് അല്ലെങ്കിൽ ഓൺ എ ഗിവൺ ഡേ നമ്മൾക്ക് വേണമെങ്കിൽ യുവർ സ്റ്റഡീസ് ആൻഡ് യുവർ തോട്ട് പ്രോസസ് ഷുഡ് ബി ക്രിസ്റ്റൽ ക്ലിയർ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല എൻട്രീസ് പെട്ടെന്ന് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് നമുക്കുള്ളൂ. അല്ലാതെ നമ്മുടെ മാർക്കറ്റിനെ ഏത് ഡയറക്ഷനിൽ നോക്കി കണ്ടു കഴിഞ്ഞാലും നമ്മൾക്കതെല്ലാം ഒരു റാൻഡം ആക്ടിവിറ്റിയാണ്. സോ നമ്മളൊരു ആ പ്രോസസ്സിനെ റിഫൈൻ ചെയ്തിട്ട് നമ്മൾ നോക്കുന്നതാണ് എങ്ങനെ നമുക്ക് എൻട്രി കണ്ടുപിടിക്കാം എന്നുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ ചാർട്ടിൻ്റെ ഒരു 11 ഒക്ടോബർ 2024 നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം ഫ്രെയിം 3 മിനിറ്റിൻ്റേത് എടുത്തു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തു വിത്ത് വോളിയം ആൻഡ് സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചറിൽ എടുത്ത് നോക്കുമ്പോൾ നമ്മളിങ്ങനെ വന്ന് മാർക്കറ്റ് ഇവിടെ ഒന്ന് നിൽക്കുകയാണ്. ഇനി നമുക്ക് എൻട്രി ഫോർമേഷൻസ് മാർക്കറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, 1 2 3 4 എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നെ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും, നമുക്ക് എവിടെ എൻട്രി എടുക്കണം, എവിടെ നമുക്ക് എൻട്രി വേണ്ട എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സർസൈസ് ചെയ്യുന്നത്. സോ നൗ ലെറ്റ് us play it out. ഇവിടെ മാർക്കറ്റ് വന്ന് നിൽക്കുക. അപ്പം നമുക്കിവിടെ എന്തെങ്കിലും എൻട്രി ഫോർമേഷൻസ് ഓൺ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ നമുക്കിവിടെ കാണുന്നുണ്ടോ? അപ്പം അതുപോലെ തന്നെ ലിറ്റിൽ സോങ്ങിൻ്റെ ബേസിസിൽ നമുക്ക് എവിടെയെങ്കിലും ഇവിടെ എന്തെങ്കിലും എൻട്രി ഫോർമേഷൻസ് കാണുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും ഇവിടെ നിൽക്കുന്ന ഈ സ്റ്റേജിലാണെങ്കിൽ പോലും നമുക്കറിയാൻ പറ്റും ഈക്വൽ ലോസ് ആർ ക്രിയേറ്റഡ്. സോ വെൻ പ്രൈസ് ഇസ് ടാപ്പിംഗ് ബിലോ ദിസ് ഏരിയ ഓർ ഇതിൻ്റെ ഏരിയയിൽ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻട്രി ഫോർമേഷൻസ് ക്വാളിഫൈ ആകുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഈക്വൽ ലോ എടുക്കുന്ന സമയത്തെങ്കിലും നമ്മൾ അന്നേരം മാത്രമേ നമുക്ക് എൻട്രിയിലേക്ക് വരുന്നുള്ളൂ. ബിക്കോസ് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് 1 ടൈം പുൾ ബാക്ക് 2 ടൈം പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇവിടെ ഇതിൻ്റെ ലോ എടുത്തിട്ടില്ല. സോ ഇവിടെ നമ്മൾ ഈ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ലൈൻ ചാർട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോഴും സിമിലർ തിങ് നമുക്ക് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയുടെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കാണാൻ പറ്റും, ലെഗ് 2 കാണാൻ പറ്റും, 2 ഈസ് നോട്ട് മിറ്റിഗേറ്റഡ്, അങ്ങനെ നിൽക്കുക സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ ലെറ്റ് ഇറ്റ് പ്ലേ ഔട്ട്. അവർ മാർക്കറ്റ് കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് കയറി പോവുക ഇവിടെ നിന്ന്. അപ്പോൾ എക്സ്ട്രീംലി ഹൈലി ബുള്ളിഷ് സെറ്റപ്പിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പം ഇവിടെ റെഡ് ക്യാൻഡിൽ സെല്ലിംഗ് വോളിയമാണ് കണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് എന്താണ്, വോളിയത്തിൻ്റെ കൺഫർമേഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് സെല്ലിംഗ് വോളിയമായിട്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് അതിൻ്റെ താഴോട്ട് വന്നോ ഇല്ല, അതിനുശേഷം പ്രൈസ് നേരെ തിരിച്ചു പോയി. അപ്പോൾ നമുക്ക് കളർ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് വോളിയത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. അതാണ് ഇതിനകത്തെ കാര്യം. അത് നമ്മുടെ വോളിയം സീരീസ് വീഡിയോക്കകത്ത് ഒത്തിരിയധികം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റുകളുടെ എല്ലാം മിക്സ് ഓഫ് കോമ്പിനേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ആദ്യം തൊട്ടുള്ള വീഡിയോസ് മുഴുവനും ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. അതാണ് ഇതിനകത്തെ കാര്യം. സോ നമ്മൾ 1ാം പാഠം കഴിഞ്ഞു, 2ാം പാഠം കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, അങ്ങനെ നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് ഓരോന്നോരോന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്കെല്ലാം നമ്മൾ നോക്കുന്നത് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ, അതുപോലെ തന്നെ നമ്മളുടെ ഒത്തിരിയധികം ഡിഫറൻറ്റ് സെറ്റപ്പുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റും. പക്ഷേ മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഘടന എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയിൽ കൂടെയും വോളിയത്തിൻ്റെ അനലൈസിസിൽ കൂടെയും അതുപോലെ തന്നെ ലിറ്റിൽ സോങ്ങിൻ്റെ അനലൈസിസിൽ കൂടെയും നമുക്ക് ഏകദേശം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുന്നോട്ട് പോകുന്നത്. ഓരോ ഡയറക്ഷൻസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും, നമ്മൾ എൻട്രി സെനാരിയോസ് ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസ് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ വന്ന് ഒരു വലിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, നമ്മൾ നോക്കിയിരിക്കുകയാണ്. നമ്മളൊരു ദിവസം വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര വലിയ അതിഭയങ്കരമായിട്ടുള്ള ക്യാൻഡിൽസ് എല്ലാം ഫോം ചെയ്ത് നമുക്ക് പോയി. അപ്പം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് എൻട്രി ഒന്നും കിട്ടുന്നില്ല. അപ്പം ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ. അപ്പം എന്താണ് ഇവിടെ പ്ലേ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് നോക്കിയാൽ മതിയല്ലോ. സോ ഇവിടെ വന്ന് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ വന്ന് പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു, ആ പുൾ ബാക്ക് ബോട്ടം സ്വീപ്പ് ചെയ്തു. നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പം ഇതൊരു ടൈപ്പ് ഓഫ് ബ്രേക്കപ്പ് സ്ട്രക്ചർ. പോയിന്റ് നമ്പർ 2 ആൻഡ് 3 പ്രൈസ് നോട്ട് പുള്ളിങ് ഡൗൺ അല്ലേ. അപ്പോൾ ഇവിടെ 3യുടെ മുകളിലാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രീമിയം ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പം ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്താണ് നമ്മൾ നോക്കുന്നത്? 1 ടൈം 2 ടൈം 3 ടൈം അതിൻ്റെ മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടുത്തെ എന്തെല്ലാം വോളിയം ക്യാൻഡിൽസ് വന്നിട്ടുണ്ടോ അതിൻ്റെ മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ പ്രൈസ് നിൽക്കുമ്പം
നമ്മളെ സംബന്ധിച്ച് ഇതെന്ന് പറഞ്ഞാൽ ഹൈലി ബുള്ളിഷ് സെറ്റപ്പിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ വി വിൽ ബി ലുക്കിംഗ് ഫോർ ബൈ എൻട്രി. ഇഫ് പ്രോപ്പർ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ വരുന്നുണ്ടെങ്കിൽ ബൈ എൻട്രിയിലേക്ക് നമുക്ക് നോക്കാൻ പറ്റും. സോ അതിനുശേഷം പ്രൈസ് അങ്ങോട്ട് വരുന്നു. സി ഇവിടെ നിന്ന് ഇവൻ ക്യാൻഡിൽസ്റ്റിക് വൈസിൽ നമ്മൾ നോക്കുമ്പോൾ നമ്പർ ആക്ച്വലി ദിസ് ഈസ് നമ്പർ 2 ആണിത് അല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്ത് പ്രൈസ് വരുമ്പോഴാണ് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരുന്നത് എന്ന് പറയുന്നത് അല്ലേ. സോ പ്രൈസ് അവിടെ നിന്ന് പിന്നെ മുകളിലേക്ക് പോവുക. സോ ഇവിടെ വെച്ച് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് ആ പർട്ടിക്കുലർ ഡേയിൽ അവിടെ ക്ലോസ് ചെയ്തു പ്രൈസ് അല്ലേ. അതിനുശേഷം പ്രൈസ് വീണ്ടും മുകളിലേക്ക് ഹെഡ് ചെയ്ത് കയറി. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓൺ സീക്വൻഷ്യൽ പ്ലേ ഔട്ടിനകത്ത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദിസ് വാസ് പോയിന്റ് നമ്പർ 2. പക്ഷേ ഇതിൻ്റെ എക്സാക്ട്ലി ഈ ഒരു ബോട്ടം വന്ന് പ്രൈസ് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തിട്ട് ഇവിടെ പോയി അല്ലേ. അപ്പം അവിടെ നോക്കുമ്പം എന്താണ് സംഭവം, ഇവിടുത്തെ വോളിയം ക്യാൻഡിൽസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ കംപ്ലീറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ വരെ കണ്ടിന്യൂസ് ബൈയിങ് ക്യാൻഡിൽസ് ആണ് അല്ലേ. അപ്പം അത് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് വരുന്നുമില്ല. അപ്പോൾ നമ്മളിതൊരു പ്രീമിയം റേഞ്ചിലാണ് ആക്ച്വലി മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സെൽ സൈഡിലേക്കായിരിക്കും നമ്മൾ എല്ലാവരും നോർമൽ റീറ്റെയിലേഴ്സ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയിലേക്കകത്ത് ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സെറ്റപ്പ് പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ആ ബൈയിങ് സൈഡിലേക്ക് നമ്മൾ നോക്കുന്നത്. മനസ്സിലായോ. അപ്പം ബൈയിങ് സൈഡിലേക്ക് നോക്കുമ്പോൾ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയുടെ 2 എന്ന പോയിന്റ് ലിക്വിഡേറ്റ് ചെയ്യാൻ വരുന്നില്ല. വേറെ നമ്മൾ ഇവിടുത്തെ ഒരു നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം പുൾ ബാക്ക് സ്വീപ്പ് ചെയ്ത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അപ്സൈഡ് ഡയറക്ഷൻ. വീണ്ടും പ്രൈസ് ഈ 3 പോയിന്റ് നമ്പർ 3 ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് താഴെ വരുന്നുണ്ട് അല്ലേ. പ്രൈസ് താഴെ വന്നതിന് ശേഷം അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും വി വിൽ ബി ലുക്കിംഗ് ഫോർ ബൈ ആൻഡ് സെൽ ഓൺലി, ബൈ എൻട്രീസ് ഓൺലി. ഇങ്ങനെ നമ്മൾ ഇത് നോക്കുന്നത്. ബിക്കോസ് ഇതൊരു ഡിസ്കൗണ്ട്, ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഡിസ്കൗണ്ട് റേഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ. അതിനുശേഷം പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഇവിടെ നമ്മളൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ ഇതുണ്ടോ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇതാണ് ക്യാൻഡിലിൻ്റെ ഇതെന്ന് പറയുന്നത് അല്ലേ. ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന പൊസിഷനിൽ നിന്ന് പ്രൈസ് അപ്പർ സൈഡിൽ ട്രേഡ് ചെയ്ത് നിന്നതിന് ശേഷം മാത്രമാണ് പ്രൈസ് താഴേക്ക് ഹെഡ് ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് പറയുന്നത്. മനസ്സിലായോ. അതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ സെല്ലിംഗ് സൈഡിലേക്ക് എൻട്രി എടുക്കുമ്പം പ്രൈസ് ഹാസ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ. അതിനുശേഷം പ്രൈസ് താഴോട്ട്, അതാണ് ഏറ്റവും നമ്മൾ സെല്ലിംഗ് പോയിന്റിൻ്റെ പൊസിഷൻ എടുക്കുന്നത് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഹൈയുടെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് താഴോട്ട് വരുവാണെങ്കിൽ, പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് കുറേ കൺഫർമേഷൻസ് വീണ്ടും ഇങ്ങനെയൊക്കെ വന്ന് പ്രൈസ് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ സമയങ്ങളിൽ പ്രൈസ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഫോളോ ചെയ്യുമ്പോഴത്തേനും മാർക്കറ്റ് ഈസ് പ്രിപ്പയറിംഗ് എ ഗ്രൗണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ ആക്ടിവിറ്റി നോക്കി എങ്ങനെയാണ് നോക്കി. ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ ആക്ടിവിറ്റി നമ്മൾ നോക്കുമ്പോൾ സ്വീപ്പാണ് നടത്തിയേക്കുന്നത് അല്ലേ. സ്വീപ്പ് നടത്തുമ്പോൾ എത്ര ട്രിക്കിയാണ് മാർക്കറ്റ് എന്ന് നോക്കി. ഇവിടെ നിന്ന് പ്രൈസ് ഇങ്ങനെ വന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, ഇങ്ങനെ വന്നിട്ട് പ്രൈസ് താഴോട്ട് വരുവാന്ന് വിചാരിച്ചു. ഇങ്ങനെ വരുമ്പോഴത്തേനും പ്രൈസിൻ്റെ ആക്ടിവിറ്റി, ദിസ് ഈസ് എ റോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രൈസ് ആക്ഷൻ. മനസ്സിലായോ. അതായത് ഈ ഒരു സ്ട്രക്ചറിൽ പ്രൈസിൻ്റെ ആക്ടിവിറ്റി കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്, പ്രൈസ് ടേൺഡ് ബെയറിഷ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ദിസ് ഈസ് എ റോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രൈസ് ആക്ഷൻ. എന്തുകൊണ്ടാണ് റോങ് ആകുന്നത്, ബിക്കോസ് ഇവിടെ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ടില്ല. സോ ഇവിടെ നിന്ന് പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി പ്രൈസ് വിൽ കം എഗെയിൻ ബാക്ക് ടു ക്ലിയർ ദ ലിക്വിഡിറ്റി. ഇഫ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ വീണ്ടും അതിന് മുകളിൽ കയറി പ്രൈസ് റെഡി ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴോട്ട് വരും. മനസ്സിലായോ. അപ്പം ഇതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാൻഡിൽസ്റ്റിക് വൈസ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്, ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽസ്റ്റിക് വൈസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ടൈപ്പിലാണോ ഇത് നിൽക്കുന്നത്, അതോ എങ്ങനെയാണ് നിൽക്കുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ ബോട്ടം ആ പ്രൈസിൻ്റെ ക്ലോസിങ് ചെയ്തേക്കുന്നതിൻ്റെ ടോപ്പ് പോർഷൻ വന്നിട്ട് അതിന് മുകളിൽ സ്വീപ്പ് ചെയ്തേക്കുന്നുണ്ടോ സ്ട്രക്ചർ. അപ്പോൾ നമ്മളെപ്പോഴും ഓൺ ദ ഹയർ സൈഡ് പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ സെല്ലിംഗ് സൈഡിലേക്ക് എൻട്രി നോക്കാവുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പല രീതികളിലുള്ള എൻട്രീസ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം പ്രൈസ് മുകളിൽ വരുന്നു, വീണ്ടും പ്രൈസ് താഴെ വരുന്നു, ഇത് ക്ലിയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പ്രൈസ് വരുന്നു, വീണ്ടും പ്രൈസ് മൊമെൻറ്റം കാണിക്കുന്നു, വീണ്ടും ഇവിടെ വരുന്നു. ദിസ് ഈസ് ദ ബെസ്റ്റ് എൻട്രി എന്ന് നമ്മൾ പറയുന്നത്. അന്നേരം ഇവിടെ ലിക്വിഡിറ്റി ലാസ്റ്റ് മൊമെൻറ്റ് വരെ ക്ലിയർ ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും അപ്പം നമ്മളിവിടെ നോക്കുന്നത് അങ്ങനെ ഒരു ആക്ടിവിറ്റി ഇവിടെ എത്രമാത്രം നടക്കുമെന്ന് നമ്മൾ അത് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ വോളിയത്തിൻ്റെ ആക്ടിവിറ്റിയും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. മനസ്സിലായി. ഇവിടെ എത്ര പ്രാവശ്യം എത്ര ഡെൻസിറ്റിയോട് എത്ര ഇതായിട്ട് വോളിയം എത്ര ഇതായിട്ട് അവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് കംപ്ലീറ്റ്ലി ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും പ്രൈസിൻ്റെ മൊമെൻറ്റം താഴേക്ക് വരുന്നത് എന്ന് പറയുന്നത്. ഒരിക്കലും ഫസ്റ്റ് ടൈം പ്രൈസ് കയറി ഇങ്ങനെ വന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഷോർട്ട് ടാർഗറ്റ്സ് നമുക്ക് ഇമീഡിയറ്റ്ലി കിട്ടും. മനസ്സിലായോ. പക്ഷേ നമുക്കൊരു ലോങ് ടാർഗറ്റ് വേണമെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് ദ ലോങ് ടാർഗറ്റ് ബിക്കോസ് പ്രൈസ് ഡിസ്കൗണ്ടിങ് വിൽ ബി എങ്ങനെ വരുന്നത്, പ്രൈസ് ഡിസ്കൗണ്ടിങ് ഇറ്റ് വിൽ കം മൾട്ടിപ്പിൾ ടൈംസ് ടു ക്ലിയർ ഓഫ് ദ ലിക്വിഡിറ്റി. ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ലിക്വിഡിറ്റി ബിക്കോസ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയെങ്കിൽ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്, ക്വാണ്ടിറ്റി വിൽ ബി എക്സ്ചേഞ്ച്ഡ്, എഗെയിൻ ക്വാണ്ടിറ്റി വിൽ ബി എക്സ്ചേഞ്ച്ഡ്, ദെൻ പ്രൈസ് വിൽ കം അപ്പ്, എഗെയിൻ ക്വാണ്ടിറ്റി വിൽ ബി എക്സ്ചേഞ്ച്ഡ്, പ്രൈസ് വിൽ കം അപ്പ്. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി ഹാപ്പനിങ് വിത്തിൻ എ സ്പെസിഫിക് റേഞ്ച്, ദെൻ ഇറ്റ് വിൽ ഫോൾ. മനസ്സിലായോ. ബൈ ദ ടൈം നമ്മളിവിടെ ഓൾറെഡി എൻട്രിക്കകത്ത് കയറി ഇരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ അതിനകത്ത് നിന്ന് ഔട്ടായി പോകും. ബിക്കോസ് ഇതിനകത്തുനിന്ന് പ്രൈസ് മുകളിലേക്ക് കയറി വരുവാണ് പിന്നെ.
അപ്പോൾ നമ്മൾ ഓർക്കുന്നത് ഇത് ബുള്ളി സെറ്റപ്പിലേക്ക് പോയോ ഇല്ലയോ നമ്മൾ ചിന്തിക്കുന്നത്, മനസ്സിലായോ? അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, താഴോട്ട് വരുന്നു. സി പ്രൈസ് വീണ്ടും താഴേക്ക് വരുന്നു. അപ്പം ഈ നാരേറ്റീവ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നമുക്കിവിടെ എൻട്രിക്ക് കയറണോ വേണ്ടയോ എന്നുള്ളത് ഒരു ഡിസ്ക്രിഷണൽ അല്ലെ, ഡിസിഷണൽ ആണത്. ആ ഡിസിഷണൽ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, റീപ്ലൈ ബട്ടണിൽ പോവുക, യു നീഡ് ടു ഫ്രെയിം ദ കണ്ടക്സ്റ്റ്, ദെൻ പ്രാക്ടീസ് ഓൺ ദിസ് ചാർട്ട്. മനസ്സിലായി? അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു റിതം നമുക്ക് കിട്ടും. മനസ്സിലായോ? മാർക്കറ്റ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ആ ഫ്ലോയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ അതൊരു സ്ട്രക്ചേർഡ് വേയിൽ അതിനെ മനസ്സിലാക്കി ഡിസിഷണൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒപ്പം നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ പ്രൈസ് വന്നോ, ഇത് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തതിന് ശേഷം പ്രൈസ് താഴോട്ട് വന്നു. അപ്പം താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളുടെ വീണ്ടും പ്രൈസ് ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു പോവാണ്, ഉണ്ടോ? അപ്പം ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ കാണുമ്പോൾ ഇറ്റ്സ് എ ബൈയിങ് സെനാരിയോ എന്നാണ് കാണുന്നത്, അല്ലേ? പ്രൈസ് എവിടെ നിന്നാണ് വരുന്നത്? ഇതുണ്ടോ, ഇവിടെ നിന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ സൈക്കിൾ തുടങ്ങുവാണെങ്കിൽ ഇറ്റ് വിൽ ഷോ എൻ നമ്പർ ഓഫ് റിട്രേസ്മെൻറ്റ്സ്, അല്ലേ? കുറേ സമയം പുൾ ബാക്ക് റിട്രേസ്മെൻറ്റ് ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പ്രൈസ് പോയിക്കൊണ്ടിരിക്കും. അപ്പം പ്രൈസ് വീണ്ടും പോവാണ്, താഴോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്കിവിടെ എന്ത് സെല്ലിംഗ് സൈഡിലേക്ക് എന്തെങ്കിലും എൻട്രി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, സെല്ലിംഗ് സൈഡിലേക്ക്. സോ സെല്ലിംഗ് സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ സെല്ലിംഗ് സൈഡിലേക്ക് നമുക്ക് എൻട്രി കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയാനിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഓൾട്ട് പ്ലസ് ഐ ഇൻവേഴ്സ് ചാർട്ട് എന്ന് പറയും. ഓക്കെ, ഇൻവേഴ്സ് ചാർട്ട് എന്ന് പറയുമ്പോഴത്തേനും ഈ സെയിം ചാർട്ട് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും, ഓൾട്ട് ആയി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയ്ക്കകത്ത് നമ്മളുടെ ബൈയിങ് എൻട്രി എന്ന് പറയുന്നത് എവിടെയായിരിക്കും മാർക്ക് ചെയ്യേണ്ടത്? ഇതിന് ബോട്ടം പ്രൈസ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ബൈ സൈഡിലേക്ക് എൻട്രി വരുന്നത്, അല്ലേ? ഇങ്ങനെ പ്രൈസ് വന്നതിന് ശേഷം ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുന്ന ഇമീഡിയറ്റ്ലി യു വിൽ ഗെറ്റ് എ പുഷ്, ഇങ്ങനെ മുകളിലോട്ട് കിട്ടും. അതിനുശേഷം വീണ്ടും പ്രൈസ് ഇവിടെ വന്നിട്ട് വീണ്ടും താഴെ. ഇങ്ങനെയുള്ള ആ ബൈയുടെ സൈഡിലേക്ക് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ ഈ പർട്ടിക്കുലർ ലൈനിൽ ആക്ച്വലി ഇതാണ് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്, അല്ലേ? ഇതിന് മുകളിൽ ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യണം. ഓക്കെ, ഈ ലൈന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ സെല്ലിംഗ് സൈഡ്, ഇത് ബൈയിങ് സൈഡിൻ്റെ എൻട്രിയാണ്. ഓക്കെ, ബിക്കോസ് ബൈയിങ് സൈഡ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് സൈഡ്. ഫ്ലിപ്പ് ചെയ്ത് നമ്മൾ അതർ സൈഡിലേക്ക് നമ്മൾ നോക്കുന്നത്, വീണ്ടും നമ്മൾ ഓൾട്ടായി അടിക്കുമ്പോൾ വീണ്ടും നമ്മൾ പഴയ വഴി തന്നെ എത്തി. അപ്പം നമ്മളെ സംബന്ധിച്ച് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഓൺ എ സെല്ലിംഗ് സൈഡ് ഇവിടെ പ്ലേ ഔട്ട് ചെയ്യണമെങ്കിൽ ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തിരിക്കണം. കറക്റ്റ്, ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സെല്ലിംഗ് സൈഡിലേക്കുള്ള എൻട്രി ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലിംഗ് സൈഡ് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, സെല്ലിംഗ് സൈഡ് എന്ന് പറയുന്നത് ഇത് എക്സ്ട്രീംലി നമ്മൾ വെരി കെയർഫുൾ ആയിട്ടിരിക്കേണ്ട കാര്യമാണ്. മനസ്സിലായി? സെല്ലിംഗ് സൈഡ് പെട്ടെന്ന് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് തീരത്തില്ല. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇവിടെ പ്രൈസ് എങ്ങനെയാണ് മിറ്റിഗേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രൈസ് മിറ്റിഗേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ലോ എടുത്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ വന്നു, പ്രൈസ് അതിൻ്റെ മുകളിൽ കയറി ക്ലോസ് ചെയ്തു, അല്ലേ? ക്ലോസ് ചെയ്തതിനു ശേഷം പ്രൈസ് അതിൻ്റെ താഴോട്ട് വന്നു. അപ്പം ഇനി സെല്ലിംഗ് സൈഡിലേക്ക് എൻട്രി വരണമെങ്കിൽ, ഇപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ടാണല്ലോ വന്നിരിക്കുന്നത്, അങ്ങനെ വരുമ്പോഴത്തേനും നമ്മളൊരു പ്രീമിയം റേഞ്ചിൽ നിന്ന് സെല്ല് ചെയ്യണമെങ്കിൽ പ്രൈസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിയിരിക്കുന്ന ക്യാൻഡിലിൻ്റെ അതിൻ്റെ മുകളിൽ പ്രൈസ് കയറി ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എൻട്രി, സെല്ലിംഗ് സൈഡിലേക്കുള്ള എൻട്രി നമ്മൾ ക്വാളിഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയ്ക്കകത്ത് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇറ്റ് ഈസ് ജസ്റ്റ് സ്വീപ്പിംഗ് ദ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എന്ന രീതിയിൽ ഇവിടെ സെല്ലിംഗ് എടുക്കരുത്. മനസ്സിലായോ? ബിക്കോസ് പ്രൈസ് ഇങ്ങോട്ട് കയറി വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഇതിന് മുകളിൽ ഇവിടെ വന്ന് പ്രൈസ് ഇവിടെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെല്ലിംഗ് സൈഡിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പം ബൈയിങ് സൈഡിലേക്കുള്ള ഒരു എൻട്രിക്കകത്ത് വേറൊരു കൺഫർമേഷൻ കൂടെ, വോളിയത്തിൻ്റെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ആ ഒരു വോളിയത്തിൻ്റെ കൺഫർമേഷനും കൂടെ നമ്മൾ ഈ സെല്ലിംഗ് സൈഡിലേക്കും കൂടെ നോക്കണം. സോ വോളിയത്തിൻ്റെ കൺഫർമേഷൻ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ബൈയിങ് സൈഡിലേക്കുള്ള എൻട്രി തിരിഞ്ഞു വരുമല്ലോ, ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വരുന്നതെന്ന്. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ സ്വീപ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ പ്രൈസ് കയറി ടാപ്പ് ചെയ്തിരിക്കണം എന്ന് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഇതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സെല്ലിംഗ് സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. സോ ഫ്ലിപ്പ് ഇറ്റ് ബാക്ക്. സോ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയ്ക്കകത്ത് പോയിന്റ് നമ്പർ 2 ലിക്വിഡേറ്റ് ചെയ്യുകയും വേണം. വേറാസ് ഇനീഷ്യലി വന്നിരിക്കുന്ന ഇതുണ്ടല്ലോ, ഈ വന്നിരിക്കുന്ന പോയിന്റ് ഓഫ് ട്രിഗർ, ഇതിനകത്ത് വോളിയം ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ആ വോളിയം ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ വോളിയം ആഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം സൈഡ് പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ യു ഷുഡ് ബി ഗെറ്റിംഗ് ഇൻ ടു ദ എൻട്രി, അതർവൈസ് ഇറ്റ് ഈസ് എ റോങ് എൻട്രി ഫോർ യു. എന്തുകൊണ്ടാണ് റോങ് എൻട്രി ആകുന്നത്? ബിക്കോസ് ആസ് പെർ വോളിയം കൺഫർമേഷൻ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വോളിയം കൺഫർമേഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് പ്രൈസ് ഈസ് നോട്ട് ട്രേഡിംഗ് ബിലോ എ പർട്ടിക്കുലർ വോളിയം ഇൻഡ്യൂസ്ഡ് ക്യാൻഡിൽ, ദെൻ യു ആർ നോട്ട് അറ്റ് എ ഡിസ്കൗണ്ട്. മനസ്സിലായോ? അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ വോളിയം ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ഓൺ എ ബൈയിങ് സൈഡ്, പർട്ടിക്കുലർ വോളിയം ഇൻഡ്യൂസ്ഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? യു ആർ നോട്ട് സ്റ്റാൻഡിങ് ഇൻ എ ഡിസ്കൗണ്ടിങ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ബൈയിങ് സൈഡ്. അതുപോലെ തന്നെ
തിരിച്ചു വരുമ്പോൾ ഇപ്പം നമ്മൾ ബൈങ് സൈഡാണ്, ഇത് നേരെ നമ്മൾ ഓൾ ടൈ അടിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ സെല്ലിംഗ് സൈഡ് വരും. സോ ലെറ്റ് us flip it back. സോ ഈ ബൈങ്ങും സെല്ലിങ്ങും രണ്ടും വേണമെങ്കിൽ രണ്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ ഇത് പ്രോബ്ലം ഇസ് ദാറ്റ് ഐ വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ഇൻ എ സിംഗിൾ ഗോ സോ ദാറ്റ് എവറിത്തിങ് വിൽ ബി ക്ലിയർ. ഓക്കെ, അപ്പോൾ ഒത്തിരി വീഡിയോയുടെ ആവശ്യമില്ല, ലെങ്തി ആയി പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ കാര്യത്തിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞത്. സോ വീഡിയോ പല പ്രാവശ്യം കണ്ടാൽ മതി, അപ്പം ഇതിൻ്റെ കൺഫ്യൂഷൻ മാറും. സോ ഇവിടെ ഓൺ എ പ്രീമിയം സൈഡ് when an increased volume candle is induced. സോ ഈ വോളിയം ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ മുകളിലാണ് ആ പ്രൈസ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ എല്ലാം മുകളിലാണ് പ്രൈസ്. അതായത് ലാസ്റ്റ്ലി ഈ പർട്ടിക്കുലർ വോളിയം ക്യാൻഡിലാണ് ഏറ്റവും കൂടുതൽ വോളിയം ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ? അതിൻ്റെ മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ യു വിൽ ബി സ്റ്റാൻഡിങ് ഇൻ എ പ്രീമിയം ഏരിയ വിത്ത് റെസ്പെക്ട് ടു സെല്ലിംഗ് സൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ പ്രൈസ് ഇതിന് മുകളിൽ വരുമ്പോൾ യു വിൽ ബി സ്റ്റാൻഡിങ് ഇൻ എ പ്രീമിയം സോൺ വിത്ത് റെസ്പെക്ട് ടു വോളിയം on a selling side. Now on a buying side, flip it back, on a buying side, when a volume candle is induced, when the price is trading below the particular rate, അല്ലേ, ഈ പ്രൈസ് ഇതിൻ്റെ താഴെ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഇൻഡ്യൂസ് ഏറ്റവും കൂടുതൽ വോളിയം വന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മളൊരു ഡിസ്കൗണ്ട് സോണിലാണ് നിൽക്കുന്നത് ബൈയിങ് സൈഡിലേക്ക്. സോ ഓൺ എ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഇപ്പം 20ഓളം വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിനെ നമ്മൾ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഇവിടെ വരുന്നതിന് സമയത്ത് നമ്മൾ വോളിയം കൺഫർമേഷൻ കൂടെ ക്ലബ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 2 മൾട്ടി ലെയർ ഓഫ് കൺഫർമേഷൻസ് നമുക്ക് കിട്ടും. സോ എന്നിട്ട് നമ്മൾ ആ ഒരു റേഞ്ചിൽ നിന്ന് ബൈ എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യു വിൽ ബി സ്റ്റാൻഡിങ് ഇൻ എ ഡിസ്കൗണ്ടഡ് സോൺ വിത്ത് റെസ്പെക്ട് ടു ദ വോളിയം. സോ പേ അറ്റൻഷൻ ടു ദ വോളിയം ബിക്കോസ് വോളിയം ഈസ് ദ കീ. അണ്ടർസ്റ്റുഡ്? സോ നൗ ലെറ്റ് us flip it back. നൗ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇതിന് മുകളിൽ പ്രൈസ് ഇനി വരുമ്പോഴാണ് നമുക്ക് സെല്ലിംഗ് സൈഡ് എൻട്രി എന്ന് പറയുന്നത്. സോ പ്രൈസ് ഈസ് കമ്മിങ്. സോ എന്ത് ചെയ്യുന്നു? പ്രൈസ് മുകളിലേക്ക് വരുന്നില്ല, ഇവിടെ കിടന്ന് റേഞ്ച് ചെയ്യാണ്. സോ നമ്മളിവിടെ ലൈൻ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലേ? സോ വീണ്ടും ഒരു ടൈപ്പ് ഓഫ് റേഞ്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, റൈറ്റ്? ഇതോ ഒരു ടൈപ്പ് ഓഫ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ ഇങ്ങനെ റേഞ്ചിങ് എൻവയൺമെൻറ്റ് മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു സൈഡിൽ പോയിട്ട് നമ്മൾ ഷോർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ബിക്കോസ് എന്താണ് ഇവിടെ ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈക്വൽ ഹൈസ് ആർ ക്രിയേറ്റഡ്, റൈറ്റ്? ഈക്വൽ ഹൈസ് ഈക്വൽ ലോസ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ എനി ഹൗ മാർക്കറ്റ് വിൽ ക്ലിയർ ഓഫ് ദിസ് ലിക്വിഡിറ്റി അല്ലേ? ഈ മൂവ്മെൻറ്റ് മോളി വന്നപ്പോൾ അത് ക്ലിയർ ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിച്ചേക്കുന്നത്? ഇതിൻ്റെ ഈക്വൽ ഹൈസ് പിന്നെയും ക്രിയേറ്റ് ചെയ്യപ്പെട്ട പ്രൈസ് നേരെ താഴോട്ട് വരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് പെട്ടെന്ന് നമ്മൾ ഷോർട്ട് ചെയ്യരുത് മാർക്കറ്റിനെ. ബിക്കോസ് ഇതൊരു ടൈപ്പ് ഓഫ് റേഞ്ചിങ് എൻവയൺമെൻറ്റും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ അങ്ങനെ റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി എന്ന് നമ്മൾ പറയുന്നത്. സോ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന എന്ന കൺസെപ്റ്റിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് യു ഡ്രോ എ ബോക്സ് വിത്തിൻ ദ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി പ്രൈസ് വിൽ എന്താണ് ചെയ്യുന്നത്? പ്രൈസ് ഈ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ബോക്സിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്ത് കുറേ നേരം നിൽക്കും. വീണ്ടും പ്രൈസ് ഇതിന് താഴെ ട്രേഡ് ചെയ്തിരിക്കുന്ന ഏരിയയിലും കുറേ നേരം വന്ന് ട്രേഡ് ചെയ്യും. ഇൻ ബിറ്റ്വീൻ പിന്നെയും കയറി വന്നിട്ട് പ്രൈസ് താഴോട്ടാണെങ്കിൽ താഴോട്ട്, മുകളിലോട്ടാണെങ്കിൽ. ഇങ്ങനെയാണ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് മറന്നു പോരുത്. സോ whenever there is an engineered liquidity, when you see or when you spot an engineered liquidity, you have to be very very careful. ഓക്കെ, അപ്പോൾ ചാർട്ടിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മൾട്ടി ലെയർ അനലൈസിസ്. അനലൈസിസിനകത്ത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. 1, എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ മാർക്കറ്റ്? 2, സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയുടെ എത്രാമത്തെ ലെഗിലാണ് നമ്മൾ? 5th ലെഗിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ക്യാൻ യു ടേക്ക് എൻട്രി ഓൺ എ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഓൺ ദ 5th ലെഗ് വിത്ത് റെസ്പെക്ട് ടു ദ ഓൺലി ബിക്കോസ് ഓഫ് ദ പ്ലേ ഔട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതായത് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ പ്ലേ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് 5th ലെഗിൽ എൻട്രി വരുമ്പോൾ എൻട്രി എടുക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് വോളിയം ഹാസ് ടു ബി കൺസിഡേർഡ് അല്ലേ? വോളിയം അവിടെ നമ്മൾ നോക്കണം. ബിക്കോസ് നമ്മളുടെ കൺഫർമേഷൻ എന്ന് പറയുന്നത് യു ആർ ലുക്കിംഗ് അറ്റ് ദ പ്രൈസ് ആക്ഷൻ, യു ആർ ലുക്കിംഗ് അറ്റ് ദ വോളിയം, യു ആർ ലുക്കിംഗ് അറ്റ് ദ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ. That is the ultimate and finest form of price manipulation. Now you are framing a narrative with respect to the price action. That is called sequential order flow. അല്ലേ? സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയുടെ ബേസിസിലാണ് നമ്മൾ പ്രൈസ് ആക്ഷനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നോക്കി കാണുമ്പോൾ നമ്മൾ നോക്കേണ്ടതാണ് ഇവിടെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയുടെ ബേസിസിൽ നമ്മൾ മാർക്കറ്റ് ബിഹേവ് ചെയ്യുമ്പോൾ വോളിയം ക്യാൻഡിൽസ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? അപ്പം വെൻ വോളിയം ക്യാൻഡിൽസ് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ ടു ദ മാർക്കറ്റ് അല്ലേ? നമ്മൾ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയുടെ ബേസിസിൽ വോളിയം ക്യാൻഡിൽസ് വന്ന് കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? വോളിയം ക്യാൻഡിലിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വരുന്നുണ്ടോ ഇല്ലയോ നോക്കണം. ആ സമയത്ത് നമുക്കൊരു ഡിസിഷൻ ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ലിക്വിഡിറ്റി ക്ലിയറിംഗ് ആണോ എന്നും കൂടെ നമ്മൾ നോക്കണം. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഗെറ്റിംഗ് കോംപ്ലിക്കേറ്റഡ്, ടു മച്ച് ഓഫ് തിങ്സ് ഇൻ ടു വൺ സിനാരിയോ, റൈറ്റ്? പക്ഷേ ഇതാണ് ആക്ച്വലി ഉള്ള എൻ്റെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു രീതിയിലാണ് മാർക്കറ്റിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിനെ ഞാൻ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു കണ്ടക്ച്വൽ റെഫറൻസ് ചെയ്യാൻ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ ക്യാൻ ഗെറ്റ് ബെറ്റർ എൻട്രീസ്. ഇതാണ് എൻ്റെ കാര്യം. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അത് പ്രാക്ടീസിൽ കൂടെ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ആദ്യം ഇത് കേൾക്കുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നും. ബിക്കോസ് അതുകൊണ്ടാണ് നമ്മൾ ഈ 225ഓളം വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സ്ലോലി പോകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ മെത്തഡോളജി എന്താണ്, അതെങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് മെത്തഡോളജി, നമ്മൾ ഏത് ലെഗിൽ വരുമ്പം എൻട്രി എടുക്കണം, വോളിയത്തിൻ്റെ കാര്യത്തിൻ്റെ കൺഫർമേഷൻസ് എങ്ങനെയാണ് വരുന്നത്, ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം ആ ഒരു സംഭവം ചാർട്ടിനകത്ത് കാണുമ്പോൾ വെൻ ദിസ് ക്യാൻഡിൽ ഈസ് ഫോംഡ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ സെല്ലിംഗ് എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പം എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് നമുക്ക് എൻട്രി കിട്ടിയെന്ന് വരത്തില്ല. പല സമയങ്ങളിലും പല ടൈപ്പ് ഓഫ് എൻട്രീസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇനി നമ്മൾ നരേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പ്രൈസ് ഇതിന് ശേഷം എന്ത് പറ്റി, ഈ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിക്ക് ശേഷം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ലെവലിന് മുകളിൽ പ്രൈസ് കയറി ട്രേഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എൻട്രി ക്വാളിഫിക്കേഷൻ നമുക്ക് അവിടെ വരുന്നതെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രൈസ് വീണ്ടും എന്ത് പറ്റി, പ്രൈസ് മേളിലോട്ട് കയറുന്നു അല്ലേ. വീണ്ടും ആ ഒരു ഹൈ വന്ന് സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് ഇവിടെ നമ്മളുടെ ഈ പർട്ടിക്കുലർ ഏരിയയുടെ മുകളിൽ പ്രൈസ് വന്ന് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം പ്രൈസ് ഇവിടെ ഒരു ലിറ്റിൽ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഹൈയുടെ മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ആർ സ്റ്റാൻഡിങ് അറ്റ് എ പ്രീമിയം ആൻഡ് ഇമ്മീഡിയറ്റ്ലി സെല്ലിംഗ് വോളിയം ഇസ് ഇൻക്രീസിങ്. ഇവിടെ കണ്ടോ, സെല്ലിംഗ് വോളിയം ഇവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത്രയും വോളിയത്തിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ ഇത്രയും വോളിയത്തിൻ്റെ മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത്. സോ എഗെയിൻ യു ആർ സ്റ്റാൻഡിങ് ഇൻ എ പ്രീമിയം ഏരിയ വിത്ത് റെസ്പെക്ട് ടു വോളിയം എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇതാണ് ഹൈയസ്റ്റ് വോളിയം. ഈ റേഞ്ചാണ് ഹൈയസ്റ്റ് വോളിയം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോക്കുമ്പം പ്രൈസ് ഇവൻച്വലി എന്താണ് സംഭവിക്കുന്നത്, ഇതൊരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുകയാണ്. സോ ഇപ്പോഴത്തെ കണ്ടക്ഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം പ്രൈസ് എവിടെയാണ് നിൽക്കുന്നത്, പ്രൈസ് ഈ ബോക്സിന് മുകളിലാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയുടെ ഒരു സൈഡ് ക്ലിയർ ഓഫ് ചെയ്തോ ഇല്ലയോ, ക്ലിയർ ഓഫ് ചെയ്തു. സോ ഇവിടെ എന്താണ്, ബ്രേക്ക് ഔട്ട് ഈസ് ഹാപ്പനിങ്, റീടെസ്റ്റ് ഈസ് ഹാപ്പനിങ്. നമ്മുടെ റിപ്പീറ്റഡ് ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജീസ് പ്രകാരം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, ബ്രേക്ക് ഔട്ട് ഈസ് ഹാപ്പനിങ്, റീടെസ്റ്റ് ഈസ് ഹാപ്പനിങ്, ദെൻ പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്. ശരിയല്ലേ, പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്, ദെൻ വാട്ട് ഹാപ്പൻ, പ്രൈസ് ഈസ് ഫെയിലിംഗ്. സോ റിപ്പീറ്റഡ് ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജീസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പ്രൈസ് ഒരു റേഞ്ചിന് ബ്രേക്ക് ഔട്ട് 95% ഓഫ് ദ ബ്രേക്ക് ഔട്ട് വിൽ ഫെയിൽ. മാർക്കറ്റിൽ എപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്, 95% ഓഫ് ദ ടൈം ബ്രേക്ക് ഔട്ട് വിൽ ഫെയിൽ. സോ ബ്രേക്ക് ഔട്ടിൻ്റെ സമയത്ത് യു ഷുഡ് നോട്ട് ബി വറിങ് അബൌട്ട് ബ്രേക്ക് ഔട്ട്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പ്രീമിയം റേഞ്ചിൽ നിന്നാണ് വോളിയത്തിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് അതിന് മുകളിൽ ട്രേഡ് ചെയ്തോ, ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തോ. സോ ഇതിൻ്റെ ലൈൻ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ അതിന് പ്രൈസ് മുകളിൽ ചെയ്യുന്നത്. സോ വേറെ വെൻ യു സ്വിച്ച് ഓൺ ടു ഈ ഒരു റേഞ്ചിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാൻഡിൽസ്റ്റിക്കിൻ്റെ ആക്ടിവിറ്റി പ്രകാരം ഇവിടെ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്, പ്രൈസ് ഇതിന് ജസ്റ്റ് ഒരു എബോവ് സ്വീപ്പ് ചെയ്തിരിക്കുന്നു അല്ലേ. ഇവിടെ പ്രൈസ് ഇതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് താഴോട്ട് വരുന്നു, പിന്നെ പ്രൈസ് താഴോട്ട് വരുവാണ്. അപ്പോൾ ഇനി പ്രൈസ് ഇനി താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും വീണ്ടും ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഈ ഒരു റേഞ്ചാണ് നമ്മൾ വരച്ചത് കണ്ടോ. ഈ ഒരു റേഞ്ച് അതിനകത്ത് ഇതായിരുന്നു നമ്മളുടെ ക്യാൻഡിൽ ബോഡി ക്ലോസിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി അതാണ് ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച്, പ്രോപ്പറായിട്ട് ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട ഏരിയ. വെൻ യു സീ ദ ക്യാൻഡിൽ വൈസ് സ്ട്രക്ചർ നമുക്ക് ആ കൃത്യം അത് കിട്ടത്തില്ല. ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച് ചെയ്തത് നമുക്ക് കൃത്യം കിട്ടത്തില്ല. ഓക്കെ, നൗ ഇതിന് ശേഷം പ്രൈസ് എന്ത് പറ്റി, നമ്മളുടെ അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം പ്രൈസ് ഇനി ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് താഴോട്ട് വരണം അല്ലേ. അപ്പം പ്രൈസ് നേരെ അവിടുന്ന് എന്ത് പറ്റി, വിൽ പുട്ട് ദ ക്യാൻഡിൽസ്റ്റിക് സ്ട്രക്ചർ. ഓക്കെ, സോ റേഞ്ച് ബ്രേക്ക് ഔട്ട് അവിടെ വന്ന് വീണ്ടും പ്രൈസ് മേളിലേക്ക് പോവാണ്. സോ പ്രൈസ് അങ്ങോട്ട് പോയി. സോ ഇവിടെ ആ റേഞ്ചിൽ അകത്ത് തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് വിൽ ബ്രേക്ക് ഔട്ട്. ഈ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രൈസ് എപ്പോഴെങ്കിലും അതിന് താഴെ വന്നു വെച്ചാൽ ഒന്ന് മുകളിലോട്ട് പോകാനാണെങ്കിൽ പോലും ഇതുപോലെ സ്വീപ്പ് നടത്തിയിട്ട് മാർക്കറ്റ് പോകുള്ളൂ, അല്ലാതെ പോകത്തില്ല അവിടെ നിന്ന്. അതാണ് അതിൻ്റെ കാര്യം. അപ്പം ഇതെല്ലാം നമ്മൾ ചെറിയ പാഠങ്ങളാണ്, നമ്മൾ ഈ മാർക്കറ്റിനെ പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള പാഠങ്ങളാണ്. അതിനുശേഷം പ്രൈസ് എങ്ങനെ വന്നു, ഇവിടെ വീണ്ടും അവിടെ പ്രൈസ് ടാപ്പ് ചെയ്യുവാണ്. പ്രൈസ് ടാപ്പ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഈ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് രാവിലത്തെ ഓപ്പണിംഗ് മൊമെൻറ്റം എന്ന് പറയുന്നത് പ്രൈസ് നേരെ മുകളിലോട്ട് കയറി വരുവാണ്, ഗ്രീൻ ക്യാൻഡിൽ. അതിനുശേഷമാണ് പ്രൈസ് താഴെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴാണ് റെഡ് ആയി പോകുന്നത്. അപ്പോൾ പ്രൈസ് മുകളിലോട്ട് കയറി വരുമ്പോഴത്തേനും നമ്മൾ ബുള്ളിഷ് ആണെന്നാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പം ആക്ച്വലി ബുള്ളിഷ് ആണോ, അല്ല, പകരം അങ്ങോട്ട് പോയി പ്രൈസ് അവിടെ പോകും താഴോട്ട്. അപ്പം പ്രൈസ് ഇങ്ങനെ താഴോട്ട് പോവാണ്. സോ പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും വെൻ ദ പ്രൈസ് ഈസ് ഹെക്റ്റിക്കലി ഫോളിങ് അല്ലേ, നമുക്കൊരു കണ്ടക്ച്വൽ റെഫറൻസ് ഇല്ലാതെ ഇവിടെ നിന്നുള്ള ഫോളിങ് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ബൈ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നരേറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ബൈ ചെയ്യാൻ പോകാവുള്ളൂ.
ഇല്ലെങ്കിൽ നമുക്കൊരു ക്ലിയർ ഫോർമേഷൻ ഓഫ് ടാർഗറ്റ് നമുക്ക് കാണണം. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ ബൈയിങ് എൻട്രീസിലേക്ക് നമ്മൾ പോകാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്ത് വലിയ ഹെവി ലോസിലൊക്കെ എക്സിറ്റ് ചെയ്യേണ്ട ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ നോക്കുകയാണ്. പ്രൈസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ലൈൻ ചാർട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലാണ് ഞാൻ ലൈൻ ചാർട്ട് ഷിഫ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്, ഈ സ്കീമാറ്റിക് ഡ്രോ ചെയ്യുന്നത് ഓൺ എ 2 ഡയമെൻഷണൽ മെത്തേഡ് അല്ലേ നമ്മൾ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ പ്രൈസ് വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എവിടെയാണ് പ്രൈസ് നിൽക്കുന്നത്? ഇവിടെ ഇതിൻ്റെ ടോപ്പിലാണ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. കണ്ടോ, ഇതുണ്ടോ, ഇതിൻ്റെ ടോപ്പിൽ വന്ന് പ്രൈസ് പെട്ടെന്ന് റിയാക്ഷൻ വന്നു, പ്രൈസ് മുകളിലേക്ക് വന്നു. സോ നമുക്ക് എന്തെങ്കിലും ഇവിടെ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ സ്ട്രക്ചർ പ്രകാരം, ഇവിടുത്തെ സ്കീമാറ്റിക് പ്രകാരം പ്രൈസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? സോ ഇങ്ങനെ വന്നു more than 50% correction, breakup structure, more than 50% correction, breakup structure, consolidation 1 2 3 4. സോ ഈ ഒരു സ്കീമാറ്റിക് നമ്മൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത്? സോ ഇതൊരു പ്രോപ്പർ ലെവൽ ഓഫ് സപ്പോർട്ട് ഏരിയ ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. ബിക്കോസ് അത്രമാത്രം ലിക്വിഡിറ്റി കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് അതർ സൈഡിലേക്ക് ഹെഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു സ്കീമാറ്റിക്, ഇതിന് ബോട്ടം പ്രൈസ് എപ്പം എല്ലാം ട്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഏരിയയ്ക്ക് അടുത്ത് പ്രൈസ് വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം നമുക്കൊരു ബൈയിങ് സൈഡിലേക്ക് എൻട്രി നോക്കാം. പക്ഷേ ബൈയിങ് സൈഡിലേക്ക് നമ്മൾ എവിടെ എൻട്രി നോക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ പ്രൈസ് വീണ്ടും പ്രൈസ് ഇവിടെ വന്നിട്ട് ഒരു യു ടേൺ എടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ യു ടേൺ എടുത്തപ്പോൾ ഇവിടെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അപ്പം ഈ പുൾ ബാക്ക് നമുക്ക് നോക്കാം, ഇവിടെ എന്തെങ്കിലും പുൾ ബാക്ക് വേണ്ടിയിട്ട് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ സോ ആ പുൾ ബാക്കിന് ബോട്ടം പ്രൈസ് വീണ്ടും ട്രേഡ് ചെയ്തു അല്ലേ. സോ പ്രൈസ് ഈ നമ്മൾ മാർക്ക് ചെയ്യുന്ന പുൾ ബാക്കിന് ബോട്ടം വന്ന് പ്രൈസ് ട്രേഡ് ചെയ്തു. അപ്പം വീണ്ടും പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് ആക്ഷൻ വീണ്ടും പ്രൈസ് അവിടെ ഹോൾഡ് ചെയ്യുന്നില്ല, പ്രൈസ് നേരെ താഴോട്ട് പോകുന്നോണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ വരുമ്പം ബേസിക്കലി നമ്മൾ എന്താണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൈസ് ഒരു പർട്ടിക്കുലർ ലെവൽ വിട്ട് താഴോട്ട് പോകണമെന്ന് വിചാരിച്ചു. ഇതുണ്ടോ 515 പോയിന്റ്, ഇപ്പം 600 പോയിന്റോളം പ്രൈസ് താഴോട്ട് പോകുന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും എൻഡ് ഓഫ് ദ ഡേ മോസ്റ്റ്ലി നമ്മൾ കാണുന്ന ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള സെനാരീസ് എടുത്ത് നോക്കുമ്പോൾ മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നതെങ്കിൽ അതിനൊരു ആത്യന്തികമായിട്ടൊരു പർപ്പസ് ഉണ്ട്. അപ്പോൾ ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് കുറച്ച് നേരം അവിടെ കിടന്ന് ബൈയും സെല്ലും എല്ലാം നടത്തിയതിന് ശേഷം മോസ്റ്റ്ലി ആ ഒരു റേഞ്ചിൻ്റെ ബോട്ടം ആയിരിക്കും പ്രൈസ് ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. സോ പ്രൈസ് ഇങ്ങനെ കൺസിസ്റ്റൻറ്റ് ഫോളോ വന്നു, പ്രൈസ് താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെ കിടന്ന് കുറേ ഇങ്ങനെ റേഞ്ചിങ് അവിടെ ഇവിടെ എല്ലാം ട്രേഡ് ചെയ്തതിന് ശേഷം വീണ്ടും അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ക്ലോസ് ബിലോ. സിമിലർലി ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി കേസ് എടുക്കുകയാണെങ്കിൽ പ്രൈസ് ഇങ്ങനെ ഹയർ റേഞ്ചിലേക്ക് ട്രെൻഡ് ചെയ്തതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കിടന്ന് കുറേ നേരം റേഞ്ച് ചെയ്തതിന് ശേഷം പ്രൈസ് മുകളിൽ തന്നെ കയറി ക്ലോസ് ചെയ്ത് നിർത്തിച്ച് പോകും. മനസ്സിലായോ? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഷോർട്ട് ചെയ്തവരെ മുഴുവനും അവിടെ ഫോഴ്സ്ഫുള്ളി അവരെ കട്ട് ചെയ്യിപ്പിച്ച് മാർക്കറ്റിൽ അവരെ നിർത്തി. മനസ്സിലായോ? അവിടുന്ന് ക്ലോസ് ചെയ്യിപ്പിച്ച് വിടുന്ന ഭാഗമാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വൺ സൈഡ് പോകുന്ന സെനാരിയോസ് എല്ലാം മാർക്കറ്റ് ചാർട്ടിൽ പോയി നമ്മൾ പരിശീലിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ കാണുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റിൽ വയലൻ്റ് ആയിട്ട് അതിഭയങ്കരമായിട്ടുള്ള വോളറ്റൈലായിട്ട് നമ്മൾ മാർക്കറ്റ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കുക, നമ്മളുടെ ടാർഗറ്റ് വിൽ ബി വെരി വെരി സ്മോൾ എന്ന് നമ്മൾ ചിന്തിക്കുക. അതിഭയങ്കരമായിട്ടുള്ള വോളറ്റിലിറ്റി. ഞാനീ പറയുന്നത് ഒരു കൺസിസ്റ്റൻറ്റ് റൈസ് ഓർ കൺസിസ്റ്റൻറ്റ് ഫോൾ വിത്തിൻ എ ടൈം ഫ്രെയിം അല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കാണ്? 9:18 തൊട്ട് 10:18 വരെയുള്ള സമയത്ത് ഓൾറെഡി അവിടെ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ 1 അവർ കൊണ്ട് ഇത്രയും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അവിടെ വന്നു കഴിഞ്ഞു. വേറെ നമുക്ക് ഇതിനകത്ത് പ്രൈസ് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ അത്രയും പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മൾ ഓൺ ആൻ ആവറേജ് ഇപ്പം 365 ദിവസത്തെ ട്രേഡിംഗ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഈ ട്രേഡിംഗ് ഡേയ്സിലെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനൊരു ഡേറ്റ അനലൈസിസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ബെസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ബൈയിങ് സൈഡിലേക്ക് നമ്മൾ ഇത് ചെയ്യരുത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്തില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേനും ഇതാണ് പ്രശ്നം. ഇതിനകത്ത് ജനറൽ മാർക്കറ്റ് ബിഹേവിയറും കൂടെ നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? വീണ്ടും പ്രൈസ് മുകളിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ഈ റേഞ്ചിന് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, പുൾ ബാക്ക് അത് പോട്ടെ. അപ്പം വീണ്ടും പ്രൈസ് മുകളിലേക്ക് വരുന്നു, വീണ്ടും ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ലോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് ഇതിന് താഴെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതൊരു 2 ലെഗ് പുൾ ബാക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സെനാരിയോസ് നമ്മളെ കാണിക്കുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ബൈയിങ് സൈഡിലേക്ക് വീണ്ടും എൻട്രി ചെയ്യുന്നതിന് കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കി 1 2 ഇങ്ങനെ വന്നു അല്ലേ. അപ്പോൾ വീണ്ടും പ്രൈസ് മുകളിലേക്ക് വന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ, നമുക്ക് മൈനർ കൺഫർമേഷൻ എന്തെങ്കിലും കൊണ്ട് ചെറിയൊരു ടാർഗറ്റിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാൻ പറ്റും അല്ലേ. അപ്പോൾ വീണ്ടും പ്രൈസ് വന്നു. അപ്പോൾ ഇങ്ങനെ പ്രൈസ് വന്നപ്പോഴും ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ടൈപ്പ് ഓഫ് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എന്ന് പറയുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് എവിടെയാണ് നമ്മളുടെ ഒരു ടാർഗറ്റ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈക്വൽ ഹൈസ് ആർ ക്രിയേറ്റഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? ഇവിടെ നിന്ന് 213 പോയിന്റ് ഉണ്ട്. ഇവിടെ വരെയാണ് 113 പോയിന്റ് ഉള്ളൂ. അപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ റേഞ്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതോടെ വരെയെങ്കിലും മാർക്കറ്റ് വരാനുള്ള ചാൻസസ് നമുക്ക് വളരെ കൂടുതലുണ്ട്. അപ്പം ഒരു ബൈയിങ് സെനാരിയോ എടുക്കുമ്പോൾ ഇതും കൂടെ നോക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത്
ഇവിടെ ചെറിയ ടാർഗറ്റിലേക്ക് നമ്മൾ നോക്കാം ആദ്യം. അപ്പം ഇതൊന്ന് ഉള്ളത് നോക്കണം. അപ്പം ഇവിടെ നമ്മൾ എൻട്രി എടുക്കുമ്പം വേറൊരു കാര്യം കൂടെ മേക്ക് ഷുവർ ചെയ്യണം. ഇവിടെ പ്രൈസ് ഏകദേശം ഈ ഏരിയയിൽ ഹോൾഡ് ചെയ്യുമോ എന്ന് നമ്മൾ എന്തെങ്കിലും ഇവിടെ ഒരു റേഞ്ച് ഉണ്ടോ എന്ന് കൂടെ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഏകദേശം ഹോൾഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത് വന്ന് ഏകദേശം ഹോൾഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി ഈ ഒരു റേഞ്ചിനകത്ത് പ്രൈസ് ഇപ്പോൾ എവിടം വരെ വന്നു, ഏകദേശം 50% പ്രൈസ് അവിടെ വന്നു അല്ലേ. ഈ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ കൃത്യം ഏകദേശം 50% വന്നു. അപ്പോൾ നല്ലൊരു റേഞ്ച് ആണെന്ന് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഇവിടെ ഒരു ഹ്യൂജ് വോളിയം ക്യാൻഡിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അറൗണ്ട് 6 മില്യണോളം ഈ പ്രൈസ്. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ പ്രകാരം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് കംപ്ലീറ്റ്ലി ലിക്വിഡേറ്റഡ്. എഗെയിൻ പ്രൈസ് വേണ്ട ലിക്വിഡേഷൻ നോക്കി ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഇവിടം വരെ 78% വരെ ഇവിടം വരെ വരുന്നുണ്ട് അല്ലേ. 90% വരെ ലിക്വിഡേഷൻ ക്യാൻഡിൽ സ്റ്റിക്ക് വൈസ് വരുന്നുണ്ട്. അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോകുന്നു, വീണ്ടും പ്രൈസ് താഴെ വരുന്നു, വീണ്ടും ഇവിടെ ലിക്വിഡേഷൻ നടക്കുന്നുണ്ട്. അത്രയും പോർഷൻ തന്നെ ലിക്വിഡേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നടക്കുന്ന ലിക്വിഡേഷൻ എന്ന് പറയുന്നത് അതിനുശേഷം പ്രൈസ് മുകളിൽ പോയി പിന്നെ റേഞ്ച് ചെയ്യുമ്പോഴും ഇവിടെ പ്രൈസ് ലിക്വിഡേഷൻ ക്വാണ്ടിറ്റി അക്കമലേഷൻ എല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ 3 ക്യാൻഡിൽ വോളിയം വരെ ഇൻഡ്യൂസ് ചെയ്ത് കയറി പോയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വരുന്നു, പിറ്റേ ദിവസം ഗ്യാപ്പ് ഓപ്പൺ ചെയ്യുന്നു, ഒരു സൈഡിലേക്ക് റേഞ്ച് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, ഇവിടെ എന്തിനാണോ ഇവിടെ വന്ന് പ്രൈസ് മേളിലേക്ക് ഇത്രയും ഹെവി മൊമെൻറ്റത്തിൽ കയറി വന്നിരിക്കുന്നത്, ആ കയറി വന്നിരിക്കുന്ന മൊമെൻറ്റത്തിൽ തന്നെ ആ കയറിയ ലെവലിൽ തന്നെ വെച്ച് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അതാണ് ഞാനിവിടെ പറഞ്ഞത്. പ്രൈസ് പിന്നെ കൺസിസ്റ്റൻറ്റ് ഫോൾ ഓർ കൺസിസ്റ്റൻറ്റ് റൈസ് ഇവിടെ ഉണ്ടോ, മുകളിലേക്കും താഴേക്കും പ്രൈസ് കൺസിസ്റ്റൻറ്റ് ഫോളും കൺസിസ്റ്റൻറ്റ് റൈസും ഇതൊരു പർട്ടിക്കുലർ ഡേയിലെ മാത്രം ട്രേഡിംഗ് ആണ്. 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടെ വരെ വന്ന് ഒരു സൈഡിലേക്ക് തന്നെ ക്ലോസ് ചെയ്യിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് സെല്ലിംഗ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് ഏകദേശം ഉണ്ടോ, ഇതുണ്ടോ ഇങ്ങനെ 126 പോയിന്റോളം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മാർക്കറ്റിൽ നിന്ന് ഓരോ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ്. ഇത് ഈ മോസ്റ്റ്ലി എന്താണ് സംഭവിക്കുന്നത്, ഹൈലി ട്രെൻഡിങ് ഡേയ്സിൽ ഇതുപോലത്തെ ബിഗ് ക്യാൻഡിൽസ് ഫോം ചെയ്ത് പോവുകയാണെങ്കിൽ ഓൺ അപ്പർ സൈഡ് തന്നെ അത് ക്ലോസ് ചെയ്ത് നിർത്തും. പക്ഷേ ഈ ഇടയ്ക്കൊക്കെ വേറെ കുറേ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. 300 പോയിന്റ് കയറിയിട്ട് 600 പോയിന്റ് താഴെ പോകുന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് എക്സെപ്ഷണൽ കേസാണ്. പക്ഷേ മോസ്റ്റ്ലി നമ്മൾ ഇങ്ങനത്തെ സെനാരിയോസ് മാത്രം കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 360 ദിവസത്തിൽ കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 90% ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്യപ്പെടുന്നതാണ്. 10% ദിവസങ്ങളിൽ താഴോട്ട് പോകുന്നതാണ്. സോ ദാറ്റ് യു നീഡ് ടു ചെക്ക് ഇറ്റ് ആൻഡ് വെരിഫൈ ദ ഒതൻറ്റിസിറ്റി. ഞാൻ എന്താണ് ആ പറഞ്ഞതെന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഇതിനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ടാർഗറ്റ് വന്നു, അതിന് മുകളിൽ കയറി പ്രൈസ് ട്രേഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ചെറിയ ടാർഗറ്റ് കിട്ടി, ആ പർട്ടിക്കുലർ ഡേയിൽ തന്നെ നമ്മൾ നിൽക്കുവാണ്. അപ്പം ഇവിടെ നിന്ന് വീണ്ടും പ്രൈസ് മുകളിലേക്ക് വരുന്നു. അപ്പം വീണ്ടും നമ്മൾ പ്രൈസ് റേഞ്ചിങ് ആയി, സോ സ്റ്റേ അവേ, മനസ്സിലായി. അപ്പം നമ്മൾ വീണ്ടും നമുക്ക് നോക്കുമ്പോഴത്തേനും ഇവിടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ പ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റിൽ നമ്മൾ ബുള്ളിഷ് മൊമെൻറ്റത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വോളിയം കൺഫർമേഷൻ എടുക്കുക. ഇവിടെ ഏറ്റവും ഹൈസ്റ്റ് വോളിയം വന്നിരിക്കുന്നത് എത്രയാണ്, ഇവിടെ നോക്കിയാൽ 3 മില്യൺ, ഇവിടെ ഒരു 6 മില്യൺ കിടപ്പുണ്ട്. അപ്പോൾ ഈ 6 മില്യൻ്റെ കണക്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ ഇതാണ് ആ വോളിയം ക്യാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റേഞ്ച് വരയ്ക്കുകയാണെന്ന് വിചാരിച്ചു. ഈ 6 മില്യൻ്റെ ക്യാൻഡിലിൻ്റെ ഒരു റേഞ്ച് ഇവിടെ വരച്ചു, ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഹൈയും വരച്ചു. ഓക്കെ, അപ്പം ഈ 6 മില്യൻ്റെ ക്യാൻഡിലിൻ്റെ വെളിയിൽ ബോട്ടം സൈഡിൽ ഇതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. അതിന് ബോട്ടം പ്രൈസ് എപ്പോൾ ട്രേഡ് ചെയ്തു, ഇതാണ് നമ്മുടെ 6 മില്യൻ്റെ ക്യാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ. ഇത് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് പറഞ്ഞാൽ ഏകദേശം 12 മിനിറ്റ് മാത്രമേ ഇവിടെ നിന്നിട്ടുള്ളൂ അല്ലേ. അപ്പം അവിടെ ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ റേഞ്ചിൽ ലിക്വിഡിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ വോളിയം ഈസ് ഇൻകംപ്ലീറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും, പ്രൈസ് താഴോട്ട് വരുന്ന റേഞ്ചിൽ. അപ്പോൾ നമ്മളിവിടെ കെയർഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതുള്ളൂ. അപ്പോൾ നമുക്ക് എൻട്രി വേണോ, എൻട്രി വേണ്ട അല്ലേ. അപ്പം ബൈയിങ് സൈഡിലേക്കുള്ള എൻട്രി വേണ്ട, ലെറ്റ് ബി വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഇനി എന്താണ് സംഭവിക്കുന്നത്, പ്രൈസ് എന്ത് റിയാക്ഷനാണ് ഉണ്ടാക്കുന്നത് നോക്കി. ഒറ്റ ക്യാൻഡിലിൽ പ്രൈസ് താഴെ വന്നു. സോ അവിടെ വന്ന് പ്രൈസ് താഴെ വന്നതിന് ശേഷം വീണ്ടും പ്രൈസിൻ്റെ മൊമെൻറ്റം എങ്ങോട്ടാണെന്ന് നോക്കി, പ്രൈസ് മുകളിലേക്ക് ആണ് മൊമെൻറ്റം വരുന്നത്. സോ ഇവിടെ നിന്നും പ്രൈസ് ആ ഒരൊറ്റ ഇതിൽ വന്ന് കഴിയുമ്പോൾ 396, പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 396 പോയിന്റ് താഴെ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പം എന്താണ്, ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്, ഇവിടെ പ്രൈസ് ഏറ്റവും ബോട്ടം ലെവൽ വന്നിരിക്കുന്നത് ഇതാണ് അല്ലേ. ഈ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു. സോ ഈ മൂവ്മെൻറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ബോട്ടം പ്രൈസ് ഈ വോളിയം പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ വോളിയത്തിൻ്റെ ഡിസ്കൗണ്ടിങ് പ്രോപ്പറായിട്ട് അവിടെ നടത്തുകയും ചെയ്തു. പ്രൈസ് മേളിലേക്ക് വെച്ച് പിടിച്ച് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മൊമെൻറ്റം ട്രേഡിന് രാവിലെ വരുമ്പം ഇങ്ങനത്തെ സെനാരിയോസ് കണ്ട് പ്രൈസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി വി ക്യാൻ ഗെറ്റ് ഇൻ ടു ദ എൻട്രി. ദിസ് ഈസ് വാട്ട് ഐ ആം ഡൂയിങ്, മനസ്സിലായി. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ ഞാൻ മൊമെൻറ്റം ട്രേഡിൽ അതിരാവിലെ തന്നെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇങ്ങനത്തെ സെനാരിയോസ് എല്ലാം വോളിയത്തിൻ്റെ കണ്ട് വെച്ച് നോട്ടീസ് ചെയ്തതിന് ശേഷം ലൈനും വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്ന പ്രൈസ് അവിടെ ടാപ്പ് ചെയ്യുമ്പോഴേ ഐ വിൽ ഗെറ്റ് ഇൻ ടു ദ എൻട്രി. ഇമ്മീഡിയറ്റ്ലി ഒരു 100 പോയിന്റ് 200 പോയിന്റ് അന്ന് ചില ദിവസത്തെ ഭാഗ്യം പോലെ ഇരിക്കും, അന്നേരം തന്നെ നമുക്ക് തിരിച്ച് മാർക്കറ്റ് കിട്ടുന്നുണ്ട്, മനസ്സിലായി. അപ്പം എല്ലാ ദിവസവും അങ്ങനെ സംഭവിക്കില്ല. 136 പോയിന്റുള്ള 142 പോയിന്റുള്ള ഇവിടെ ഇത് വന്നു. ഇനി പ്രൈസ് എങ്ങോട്ടാണ് പോകുന്നത്, പ്രൈസ് അതിൻ്റെ 4 ഇരട്ടി സ്പീഡിൽ മുകളിലോട്ട് പോയി കണ്ടോ. സോ പ്രൈസ് പിന്നെ മുകളിലോട്ട് പോവുക കണ്ടോ. അപ്പോൾ നമ്മുടെ എഞ്ചിനീയർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തതിൻ്റെ മുകളിൽ വീണ്ടും പ്രൈസ് ട്രേഡിംഗ് തുടങ്ങി ആണോ, ഡിസ്ട്രിബ്യൂഷൻ വീണ്ടും ഇനി അവിടെ നിന്ന് വരും. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ബേസിക്കലി ടു സമറൈസ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി, പ്രൈസിൻ്റെ ആക്ടിവിറ്റി, അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു കൺസിസ്റ്റൻറ്റ് ഫോളോ ഓർ കൺസിസ്റ്റൻറ്റ് റൈസ് ചെയ്തതിന് ശേഷം നമ്മൾ എൻട്രി എടുക്കാൻ പറ്റുമില്ലാത്ത ദിവസങ്ങൾ,
ഏതെല്ലാം ദിവസങ്ങളിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. അവിടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവോയ്ഡ് ചെയ്ത ട്രേഡിംഗ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇങ്ങനത്തെ ഏരിയയിൽ വന്നു കഴിയുമ്പോഴത്തേനും ഹയസ്റ്റ് വോളിയം ഇൻഡ്യൂസ് ചെയ്ത ക്യാൻഡലിന് ബോട്ടം പ്രൈസ് നല്ല ഹെവി ഫോൾ വരുമ്പോഴത്തേനും ഓൺ എ സിംഗിൾ ക്യാൻഡിൽ ഓർ 2-3 ക്യാൻഡിൽ ഒറ്റയടിക്ക് ഫോൾ ചെയ്ത് വരുമ്പോഴത്തേനും മൊമെൻറ്റം ട്രേഡിൽ വേണേൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ബട്ട് യു നീഡ് ടു പ്രാക്ടീസ് ഇറ്റ് വെരി വെൽ. മനസ്സിലായോ? അവിടെ എൻട്രി ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഏത് ചാർട്ട് വേണമെങ്കിലും പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സിമ്പിളാണ്, വെരി പവർഫുൾ ആണ്. പ്രാക്ടീസ് ഇസ് മസ്റ്റ് ആൻഡ് പ്രാക്ടീസ് ഇസ് എസെൻഷ്യൽ. നമ്മൾ എത്രമാത്രം മാർക്കറ്റിൻ്റെ ഒപ്പം നിൽക്കുന്നു, യു വിൽ അണ്ടർസ്റ്റാൻഡ് ലോട്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കറ്റിനൊപ്പം ആ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും കണ്ടക്ച്വൽ റെഫറൻസിനോടുകൂടി മാർക്കറ്റിനെ നോക്കി കാണുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ നാരേറ്റീവിലേക്ക് മാർക്കറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ കമൻസുകൾ എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസാണ് എൻ്റെ ഊർജ്ജം. ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്മകൾ വരട്ടെ. സി യു ഇൻ അനദർ വീഡിയോ.